സത്യത്തിൽ ഗോമൂത്രം കുടിക്കാൻ ആയുർവേദം പറയുന്നുണ്ടോ? ആയുർവേദത്തിൽ ഒരിടത്തും ഒരു ഗ്രന്ഥത്തിലും വലിയ അളവിൽ ധാരാളം ഗോമൂത്രം കുടിക്കണം എന്ന് പറയുന്നേയില്ല. ഗോമൂത്രം ചില മരുന്നുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് ഉള്ളിലേക്ക് കൊടുക്കേണ്ട ഒരു അവസരത്തിൽ അത് എപ്പോഴും ചെറിയൊരു അളവിൽ മറ്റ് ദ്രവ്യങ്ങളായിട്ടും ഒക്കെ മിക്സ് ചെയ്ത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ അതിനെ ഡിസ്റ്റിൽ ചെയ്ത് അർക്കത്തിൻ്റെ രൂപം ആക്കും. ഇത് ചൂടാക്കി ഡിസ്റ്റിൽ ചെയ്ത് ഒരു ഡിസ്റ്റിലേറ്റ് എന്നുള്ള രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും കൂടിപ്പോയി കഴിഞ്ഞാൽ 15 മില്ലി എടുത്തൊക്കെയാണ് പലപ്പോഴും ഗോമൂത്രം ഇൻറ്റേർണലി കൊടുക്കാനൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ എന്നും രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ഫ്രഷ് ഗോമൂത്രം കുടിച്ച് കളയാം എന്നൊക്കെ വിചാരിച്ച് ചെന്നാൽ ഏത് പ്രൊഫസർ പറഞ്ഞിട്ടാണെങ്കിലും ശരി അതൊന്നും ചെയ്യാൻ നിൽക്കരുത്. കാരണം പണ്ട് ജഗതി ചേട്ടൻ പറഞ്ഞ പോലെ എന്തൊരു വയറ്റുവേദന എനിക്ക് സഹിക്കാൻ വയ്യായേ. പിന്നെ പഴയ ആയുർവേദത്തിനായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ഇനി ഈ മലവും മൂത്രമൊക്കെ ഒരു ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുവാണോ, അതൊരു കാടൻ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയല്ലേ എന്നൊക്കെ സംശയം തോന്നുന്നുണ്ടെങ്കിൽ ചുമ്മാ ഗൂഗിളിൽ പോയിട്ട് FMT ക്യാപ്സ്യൂൾസ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് ആയുർവേദം പറയുന്ന ഒരു വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു തത്വം നമുക്ക് മനസ്സിലാവും. ജഗത്യവും അനൗഷധം ന കിഞ്ചിത് വിദ്യതേ ദ്രവ്യം എന്ന്. അതായത് ഈ ജഗത്തിൽ ഔഷധമല്ലാതെയായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ള തത്വം.